ഞാൻ ഇപ്പം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരു 3 അവർ ഒബിന്നൊരു ബൈ ഇടണമെന്ന്. അപ്പോൾ ആ ബൈ ഇട്ടിട്ടുണ്ടായിരുന്നു. അതാണെങ്കിൽ എസ്എല്ലിൻ്റെ അടുത്ത് വരെ പോയി, എന്നിട്ട് മണ്ടയിലോട്ട് കയറിപ്പോയി. ഒരു 18 പിപ്പോളം മണ്ടേ കയറിപ്പോയി. എന്നിട്ട് തിരിച്ച് മാർക്കറ്റ് ഇറങ്ങി വന്നു. ഞാൻ ഒരു $32 എസ്എൽ വെച്ചിരുന്നത്. അത് പിന്നെ വന്ന് എസ്എൽ അടിച്ചെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒറ്റ പിപ്പ് വ്യത്യാസത്തിന് വന്ന് എസ്എൽ അടിച്ചിട്ട് മാർക്കറ്റ് നല്ല രീതിയിൽ ഷൂട്ട് ചെയ്ത് മണ്ടയിലോട്ട് മാർക്കറ്റ് കയറിപ്പോയി. അപ്പോഴത്തേക്ക് എസ്എൽ അടിച്ചതിൽ നമുക്ക് വിഷമമൊന്നുമില്ല. പക്ഷേ എനിക്ക് വന്ന വിഷമം ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. എനിക്കാണെങ്കിൽ ജസ്റ്റ് 3 അവർ ഇട്ട് നോക്കുമ്പോഴത്തേക്കും ജസ്റ്റ് ഒറ്റ പിപ്പ് വ്യത്യാസത്തിനാണ് എസ്എൽ പോയത്. ഈ എസ്എൽ അടിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരു $5200 സംതിങ് കിടന്നേനെ. എന്നിട്ട് അവിടെ കിടന്ന് എനിക്ക് പട്ടിഷ ഉറക്കായിരുന്നു. പക്ഷേ പറ്റിയില്ല. എസ്എൽ അടിക്കുന്നതൊന്നും കുഴപ്പമില്ല. എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ എസ്എൽ ഇച്ചിരി ട്രയൽ ചെയ്യായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു സ്വഭാവം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മൊത്തം ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. എനിക്ക് വിഷമം ഉണ്ടാക്കിയ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനാണെങ്കിൽ മാർക്കറ്റ് എസ്എൽ അടിച്ചിട്ട് കയറിപ്പോയി. പിന്നെ കുറേ നേരം കഴിഞ്ഞ് നോക്കിയപ്പം ഞാൻ 0.10 ലോട്ടിൽ വെച്ചിട്ട് ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കും കൈ തട്ടിയ ഈ എൻട്രി വേണം $51. അതെനിക്ക് വിഷമമില്ല, കാര്യം അത് കൈ തട്ടിപ്പോയതാണ്. പിന്നെ കൈ തട്ടിപ്പോയതിൻ്റെ വശം. പക്ഷേ ഈ $47 ഇത് എൻ്റെ കുത്തിക്കാഴ കൊണ്ട് ഞാൻ എടുത്ത് ചാടിയതാണ്. ഇപ്പം അങ്ങ് കമത്താന്ന് പറഞ്ഞ്. പക്ഷേ ഞാൻ ഒന്ന് പച്ച കത്തും ഒന്നുള്ള രണ്ടാവട്ടെ എന്ന് കരുതി അത് -47 അതുണ്ടായിരുന്നു. ഈ ആഴ്ച സുഖമായിട്ട് തലങ്ങാണം കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങായിരുന്നു മനസമാധാനമായിട്ട്. പക്ഷെ അത് പറ്റിയില്ല. എൻ്റെ സ്വന്തം കുത്തിക്കഴ കൊണ്ട് ഞാൻ കാണിച്ചതാണ്. പക്ഷേ ആരും ഓവർ ട്രേഡ് ചെയ്യരുത്. ആരും എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന എൻട്രിയുടെ വീഡിയോ ഉടനെ വരുന്നതായിരിക്കും.